MC 67 85 72 ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് തൊട്ട് പിറകെ മൺസൂൺ ബമ്പറും നമ്മുടെ കണ്ണൂരിൽ തന്നെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് കുറുമാത്തൂരിലെ AKG ലോട്ടറി സെന്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ സന്തോഷമാണ്, വളരെ സന്തോഷമായി അല്ലേ? 10 കോടി ആദ്യമായിട്ടാണ് അടിക്കുന്നത്. ഇതിന് മുമ്പ് എങ്ങനെ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടോ? മുമ്പ് 2 തവണ 1ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. ഒരു 2ാം സമ്മാനം 6 തവണ 3ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. സഹധർമ്മിണിയാണ് അല്ലേ? പേരെന്താണ്? ചന്ദ്രിക. ചന്ദ്രിക ചേച്ചി. ചന്ദ്രിക ചേച്ചി എന്ന ആളുകൾ കാണുന്നത് ഇതാണ് ചന്ദ്രിക ചേച്ചി. ചന്ദ്രിക ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും 10 കോടിയുടെ ഭാഗ്യവാൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അല്ലേ? മോനാണോ? എവിടെ ഉണ്ടാവും ആള്? ഒന്നും അറിയില്ല. സാധാരണ ഒരുപാട് ആളുകൾ പിന്നെ ലോട്ടറി എടുക്കുന്നല്ലേ ഇവിടെ? അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു പ്രത്യേകത, കുറുമാത്തൂരിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ ഇത് കർണാടകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? പറഞ്ഞു പോലെ തോന്നി. കർണാടകക്കാരെ ഒരുപാട് എടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഈ ടിക്കറ്റ് വന്നിട്ട് 3 ദിവസം ആയുള്ളൂ, അതുകൊണ്ട് അധികം വന്നിട്ടില്ല. ഈ അതിഥി തൊഴിലാളികൾ ഉണ്ടാവും അല്ലേ? അതിഥി തൊഴിലാളികളുണ്ട്. അവരിപ്പം കുറച്ചായിട്ട് പണിയൊക്കെ കുറവ്, മഴയൊക്കെ കുറവായിട്ട് പണി കുറവായിട്ട് എടുക്കലും കുറവാണ്. എന്നാലും എടുക്കും, അത്യാവശ്യം എടുക്കും. അപ്പം ഈ ഒരു ലോട്ടറി 10 കോടിയൊക്കെ അച്ഛൻ അടിക്കുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. ലഡു വിതരണമൊക്കെ നടന്നോ? ഇഷ്ടം പോലെ. അയൽവാസിയായ നമ്മുടെ ഒരു സ്റ്റുഡിയോക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളി വളരെ സന്തോഷത്തിലാണ്. കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ബമ്പർ അടിക്കുന്നത്. ഇത് ബമ്പർ അതെ, പക്ഷേ ഇവർക്ക് ഇതിന് മുമ്പായിട്ട് പിന്നെ 75 ലക്ഷം റുപ്യയിലായിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് സമ്മാനം അടിച്ചിട്ടുണ്ട്, 3rd പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഈ ലോട്ടറി ഭാഗ്യശാലി ഇവിടെ നാട്ടുകാരൻ തന്നെ ആയിരിക്കും. ഈ നാട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഉണ്ട്. ഇവിടെ ചെങ്കൽ മേഖല പ്ലൈവുഡ് കമ്പനിയിലും ആണല്ലോ ഉള്ളത്. അപ്പം ഹിന്ദിക്കാരിലും ഉണ്ട്, എടുക്കുന്നവരുണ്ട്. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പ് കൊണ്ടുവന്ന ടിക്കറ്റാണ്, അതിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണല്ലേ? വളരെ സന്തോഷം തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് ഒരു നമ്പറിന് ഇവിടെയുള്ള ടാക്സിക്ക് ഓട്ടോറിക്ഷ എടുക്കുന്നവരുടെ അടുത്ത് ഒരു നമ്പർ വ്യത്യാസത്തിൽ സമ്മാനം പോയിട്ടുണ്ട്. ഇവിടുത്തെ 5 കൂട്ടുകാർ ഡ്രൈവർമാർ എടുത്തത് അവർക്കത് നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സങ്കടത്തിലാണ്. പേരെന്താണ്? എൻ്റെ ഒരു സന്തോഷ് കുമാർ. ഒരു സന്തോഷമില്ല മുഖത്ത്, ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോ ഇന്നലത്തെ ഒരു റിസൾട്ട്. ബമ്പർ ഇടയ്ക്കിടെ എടുക്കാറുണ്ട്. നമ്മളൊരു 5 പേര് കൂടിയിട്ട് എടുക്കലാണ്, ഷെയർ ഇട്ട് എടുക്കലാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ എടുത്തു. ഏകദേശം ഒരു 1 മണി 12:50 എടുക്കാൻ എടുത്തേ. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ആകെ ഒരു ടെൻഷനും വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പോയി, ഒരു മാനസികമായ വിഷമം ഉണ്ടായി. ഒരു നമ്പറിനായിരുന്നു പോയത്. ഒരു നമ്പറിന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി അല്ലേ? അതെ. ആ ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ? ടിക്കറ്റ് ഉണ്ട്, വേറെ ആളെ MC 67 85 72. MC 67 85 73. ആ ഭാഗ്യവാൻ ഇവിടെ ഉണ്ട്. ഭാഗ്യം ഇല്ലാതെ ആയിപ്പോയി. ഈ നാട്ടുകാർ തന്നെ ആയിരിക്കും. അതാ ഞാൻ കൊണ്ട് ടൗണിൽ തന്നെ ഇല്ലാന്ന്, ഏകദേശം 1 കിലോമീറ്റർ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഭാഗ്യശാലി ഇവിടെ തന്നെ ഉണ്ടാവും, ഒളിച്ചിരിപ്പുണ്ട്. ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. മിക്കവാറും ഉണ്ടാവണം. വേറെ ദൂരേക്ക് പോകാൻ ചാൻസ് ഇല്ല. ഭാഗ്യശാലി ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എന്തായാലും അധികം താമസിയാതെ തന്നെ AKG ലോട്ടറി സെന്ററിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത്. ശ്രീനി ആലക്കോട്ട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.